പിന്നിൽ നിന്ന് കുത്തുന്നവരാരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവാം. ഇല്ല, അതൊക്കെ രാഷ്ട്രീയമല്ലേ, അതിലൊക്കെ ഉണ്ടാകാതിരിക്കാം. ഇനി ഉണ്ടായാലും ഇല്ല, ഇല്ലെങ്കിലും എനിക്ക് പരാതിയില്ല ആരോടും. പിന്തുണ അത് ശശി തരൂരിൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ താല്പര്യം, അദ്ദേഹത്തിൻ്റെ ആഗ്രഹവും, അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും. ഇതിൻ്റെ അകത്ത് ഞാൻ ഇതൊന്നും നോക്കിയിട്ടല്ല നിൽക്കുന്നത്. എനിക്കിതിനെക്കുറിച്ചൊരു വറീസുമില്ല. ഞാൻ പാർട്ടി എന്നോട് രാജിവെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ രാജിവെക്കും. ഞാൻ കേരളത്തിൽ കോൺഗ്രസിൻ്റെ അകത്ത് വലിയ സ്ഥാനങ്ങളൊക്കെ ഇരുന്നു. ഇനി എനിക്ക് ഇരിക്കാനൊന്നും വലിയ മോഹവും ആഗ്രഹമൊന്നുമില്ല. മുഖ്യമന്ത്രി ആകാനൊന്നും ഞാനില്ല എന്ന് ഞാൻ സതീശനും ഞാനും ഒരുമിച്ച് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ രണ്ടാളും ഇങ്ങനെയില്ല. പിന്നെ എന്തിനാ നിങ്ങൾക്ക് പിന്നെന്താ വേണ്ടാറ്? ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നപ്പോൾ നല്ല വിജയം നേടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ മത്സരിച്ചതല്ല ഇലക്ഷൻ്റെ അകത്തും ആർക്ക് കിട്ടിയതിനേക്കാൾ ഭൂരിപക്ഷം വോട്ട് ഞാൻ എല്ലാവരുടെയും കരസ്ഥാക്കിയിട്ടുണ്ട്. ജനവിശ്വാസം എനിക്കുണ്ട്, അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, നാളെയും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതിനകത്ത് യാതൊരു ആകാംക്ഷയും ആകുലതയും ഇല്ല എന്ന് മനസ്സിലാക്കുക. ഹൈക്കമാൻഡിന്റെ തീരുമാനം എതിരാണെങ്കിൽ ഈ സാഹചര്യങ്ങളെല്ലാം 100% തലകുനിച്ച് പാർട്ടിയുടെ തീരുമാനം അംഗീകരിച്ച് ഞാൻ ഇറങ്ങി വരും. സാഹചര്യങ്ങളെല്ലാം വിശദീകരിച്ചുകൊണ്ട് ഈ ഉപതെരഞ്ഞെടുപ്പിൽ നേടിയ നേട്ടങ്ങളെല്ലാം പറയും. എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഞാൻ എൻ്റെ പ്രവർത്തനത്തിൻ്റെ ഒരു രത്നച്ചുരുക്കം ഞാൻ മീറ്റിങ്ങിൽ സംസാരിക്കും. അത് ഞങ്ങൾ ഒരുപാട് സംഘടനാ രംഗത്ത് കേരളത്തിലെ കോൺഗ്രസ് KPCC കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ചെയ്തതുപോലെ ഒരു പ്രവർത്തനം ഇന്ത്യയിലെ ഒരു ജില്ലയിലില്ല, ഒരു സംസ്ഥാനത്തില്ല. മനസ്സിലാക്കിക്കോ. നമ്മൾ ബൂത്ത് തല കമ്മിറ്റി നമ്മൾ ഉണ്ടാക്കി. ബൂത്ത് തല കമ്മിറ്റി. ആ ബൂത്ത് തല കമ്മിറ്റിക്ക് സൂപ്പർവൈസ് ചെയ്യാൻ സീനിയറായ 2-3 നേതാക്കന്മാർക്ക് ഉത്തരവാദിത്വം കൊടുത്തു. ഏത് സംസ്ഥാനത്താണുള്ളത്? ഇപ്പോൾ ഞങ്ങൾ ഞങ്ങൾ സിൻസിയറായി വർക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഞങ്ങൾ വി ആർ സാറ്റിസ്ഫൈഡ്, സോ സാറ്റിസ്ഫൈഡ്. ഒരാൾ എന്ത് പറഞ്ഞാലും നമുക്കതൊരു പ്രശ്നമല്ല. ഉപതെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ അധ്യക്ഷ സ്ഥാനത്ത് തുടരണമെന്ന് തന്നെയാണോ ആഗ്രഹം? അല്ല, എനിക്ക് അങ്ങനെ ആഗ്രഹമൊന്നുമില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറഞ്ഞാൽ മതി, AICC പറഞ്ഞാൽ മതി, എന്ന് പറഞ്ഞാൽ മതി. ഞാൻ സന്തോഷത്തോടെ അങ്ങോട്ട് മാറും. സാഹചര്യങ്ങൾ വിശദീകരിച്ച് സ്ഥാനത്ത് തന്നെ നിൽക്കണമെന്നില്ല. ബാർഗൈൻ ചെയ്യാനൊന്നും ഞാനില്ല. ആരോടും ബാർഗൈൻ ചെയ്യാൻ ഞാനില്ല. കൂടുതൽ നേതാക്കൾ പിന്തുണയുമായി വരുമെന്നൊരു പ്രതീക്ഷയുണ്ടോ? അല്ല, അല്ലെങ്കിലും പലരും പലരും ബന്ധപ്പെടുന്നുണ്ട് വിവരം എനിക്കുണ്ട്. സ്വകാര്യം അവർ വിളിച്ച് പറയുന്നുണ്ട് എന്നുള്ള അത് സ്വാഭാവികമാണ്. മനുഷ്യത്തുള്ള ആളുകൾക്ക് ചെയ്യും. ഞാൻ CPMൻ്റെ 3 ബോംബിന് എൻ്റെ കാറ് തകർന്ന് ജീവൻ ഞാൻ രക്ഷപ്പെട്ടവനാണ്. പാർട്ടിക്ക് വേണ്ടിയാണ് അന്ന് നമ്മളൊക്കെ ഇതിനു വേണ്ടി വീണ് മരിച്ചു നിന്നത്. എന്നെ സംബന്ധിച്ച് ഇതൊരു പ്രശ്നമല്ല. പിന്നിൽ നിന്ന് കുത്തുന്നവരാരെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ? ഉണ്ടാവാം. ഇല്ല, അതൊക്കെ രാഷ്ട്രീയമല്ലേ, അതിലൊക്കെ ഉണ്ടാകാതിരിക്കാം. ഇനി ഉണ്ടായാലും ഇല്ല, ഇല്ലെങ്കിലും എനിക്ക് പരാതിയില്ല ആരോടും. ആരൊക്കെയാണെന്നും അറിയാം. കുറേ ആളെയൊക്കെ എനിക്കറിയാം.